ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ അതാ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. നമ്മുടെ ഓണത്തിനൊക്കെ സദ്യയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്ന ബീട്രൂട്ട് പച്ചടി ഉണ്ടല്ലോ, പച്ചടി കിച്ചടി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ബീട്രൂട്ട് വെച്ച്. അപ്പോൾ ആ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതാ ജസ്റ്റ് എല്ലാ വിഭവങ്ങളും കാര്യങ്ങളൊന്നും ഈ പ്രാവശ്യം വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ജസ്റ്റ് ഈ ബീട്രൂട്ട് പച്ചടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് ചുമ്മാ വീട്ടിലുണ്ടാക്കിയത്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇച്ചുകൂടാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് വെച്ചുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വീഡിയോ എടുത്താണ്. ഓണൊക്കെയാണല്ലോ, നാളെ ഓണൊക്കെ ആയിട്ട് എല്ലാ ആൾക്കാരും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം എൻ്റെ വകയായിട്ട് ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കണേ. 2 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ എടുത്തേക്കണേ. തീരെ ചെറിയ ബീട്രൂട്ടൊന്നും എടുക്കരുത്. തീരെ ചെറുതൊക്കെ എടുക്കുമ്പോൾ അതിന് കളറൊക്കെയും കുറവായിരിക്കും. നല്ലോണം മൂത്ത് വിളഞ്ഞ ബീട്രൂട്ട് വേണം കേട്ടോ എടുക്കാൻ. അത് നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചേക്കണേയാണ് കേട്ടോ. അതിൻ്റെ തൊലിൻ്റെയും കളഞ്ഞ് അത്യാവശ്യം വലിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഒന്നും ഇടരുത്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ ഒരുപാടൊന്നും അതിൽ നിന്ന് ഇറങ്ങൂല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ച് വെക്കണം. നല്ലോണം വേവിച്ച് വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ആ ബീട്രൂട്ട് എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മഷിയായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അരിച്ച് നല്ലോണം കട്ടിയൊന്നുമില്ലാണ്ട് നല്ലോണം അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇടുന്നത് തന്നെയാണ് നമ്മൾ ഈ ബീട്രൂട്ട് പച്ചടിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുതലും. ചിലവരിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമല്ലോ, നമ്മുടെ ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടും. അങ്ങനെ ഇട്ടാലും വിഷയമൊന്നുമില്ല. ഓരോരുത്തർക്ക് ഒരേ രീതിയാണല്ലോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജാറിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ. ഇനി അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകോ കാന്താരി മുളക് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ അടുത്ത് കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. പിന്നെ അതൊരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം കുഞ്ഞു ജീരകമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചാർന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതോടെയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് വേവിച്ച് വെച്ചാർന്ന വെള്ളം. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് കപ്പിന് 1 കപ്പ് തൈര്. ഓവർ പുളിയുള്ള തൈരല്ല കേട്ടോ, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട് താനും. അങ്ങനെ രീതിയിലുള്ള തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലോണം നോക്കും മഷി പോലെ അരച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇനി ആ ബീട്രൂട്ട് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് നല്ലോണം അരച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിച്ച് ചിറ്റിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. പാത്രത്തിൽ നമ്മൾ അത്യാവശ്യം ഒരു കട്ടി വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ചിറ്റിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ലൂസായി പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ആ ജാറിൽ നല്ലോണം വടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കത് നമുക്ക് ഇനി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം. അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തത്. ഈ ബീട്രൂട്ട് വേവിക്കാൻ നേരത്തെ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്താണല്ലോ വേവിക്കണം നമ്മൾ. അപ്പോൾ അത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്ത കേട്ടോ. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ അരപ്പിലേക്കും നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നല്ലോണം അങ്ങോട്ടൊന്ന് പിടിച്ചു വരും കേട്ടോ. നല്ലോണം തിളയ്ക്കണ്ട. ജസ്റ്റ് ഒരു 2-3 തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫായി കൊടുക്കാം കേട്ടോ. ഒരുപാട് തിളച്ചിട്ടുണ്ട്, ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരോട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ തിളപ്പിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ടത്. തീ ഒരുപാട് കൂട്ടി വെച്ച് തിളപ്പിക്കരുത് കേട്ടോ. കണ്ട കുഞ്ഞു കൊമളകൾ വന്നുണ്ടോ, അതുപോലെ 2 മിനിറ്റ് ഇതുപോലെ അങ്ങനെ വന്നോട്ടോ. ഒരുപാട് തിളച്ച് നമ്മൾ ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ ഒരുപാട് തിളയ്ക്കും. അപ്പോൾ ഒരുമാതിരി പിരിഞ്ഞ രീതിയിലിരിക്കും. നമ്മുടെ ഈ തൈരൊക്കെ പിരിഞ്ഞിരിക്കുമല്ലേ നമ്മൾ ഈ മോരറിയുമ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് 2-3 തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം അപ്പോഴത്തേക്കൊന്ന് കുറുകി വരും. ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കാൻ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ, ഒരു സിമ്പിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് കടുകും കറിവേപ്പിലേക്ക് ഒന്ന് താളിച്ച് ഊറ്റിയാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ കാര്യങ്ങളൊന്നും എടുക്കരുത്. നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉള്ളു. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കടുകും ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ
ബീട്രൂട്ട് പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ സിമ്പിൾ ഐറ്റമാണ് കേട്ടോ, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സിമ്പിൾ ഐറ്റം എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നാളെ ഓണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിരുന്നേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓണം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായും കമൻറ്റും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.